നിന്റെ ഓർമ്മയ്ക്കായി MTയുടെ ചെറുകഥകൾ അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു പുസ്തകമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കവർ പേജിൻ്റെ ഭംഗി കാരണം ആളുകൾ ഈ പുസ്തകം ശ്രദ്ധിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ പറയാനുള്ളത് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടാണ്. MTയുടെ കഥകൾ എടുത്തിട്ടാണല്ലോ മനോരഥങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ള കഥാപാത്രം മമ്മൂട്ടി ചെയ്തിരിക്കുന്നതാണ്. പെങ്ങളെ തേടി സിലോണിലേക്ക് പോകുകയും സിലോണിൽ വെച്ച് പെങ്ങളുടെ മകൻ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് കുളവാഴകൾ പുഴുങ്ങി തിന്നുന്ന കാഴ്ചയൊക്കെ കാണേണ്ടി വന്നിട്ടുള്ള ആ ചേട്ടൻ്റെ കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. ആ പെങ്ങളാണ് ഈ നടന്നു പോകുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ഈ കഥയിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെങ്ങൾ പോകുന്ന കാഴ്ചയായിരിക്കാം ഇതിൽ വരച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ സിലോണിൽ അച്ഛനുണ്ടാകുന്ന മകളെയും കൊണ്ട് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലെ പ്രശ്നങ്ങൾ കാരണം തിരിച്ച് സിലോണിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുകയും കഥാപാത്രം വളർന്നു കഴിഞ്ഞ് ആ പെങ്ങളെ തേടിയിട്ടാണ് സിലോണിലേക്ക് പോകുന്നത്. ഇതിൻ്റെ പിറകിൽ പറയുന്നത് നിൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന കഥയുടെ ചെറിയൊരു ഭാഗമാണ്. ഞാൻ വായിക്കാം. വിളറിയ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്ത് വരെ വളർന്നു ചുരുണ്ട ചെമ്പൻ മുടിയുമുള്ള ഒരു പെൺകുട്ടി. അച്ഛൻ അവളോടെന്തോ പറഞ്ഞു. എനിക്ക് അജ്ഞാതമായിരുന്നു ആ ഭാഷ. അവൾ തല കുലുക്കി. എന്നിട്ട് പതുക്കെ ഉമ്മറക്കോയായിലേക്ക് കയറി അമ്പരപ്പോടെ നിന്നു. ആ സിംഹളപ്പെണ്ണ് സഹോദരിയാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷം അവളെക്കുറിച്ച് ഓർത്തുപോയി. ഈ ചെറുകഥ മാത്രമല്ല കേട്ടോ ഇതിലുള്ളത്. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, വളർത്തുമൃഗങ്ങൾ, മരണത്തിൻ്റെ കൈത്തെറ്റ്, കോട്ടയുടെ നിഴൽ, ഓപ്പോള് തുടങ്ങിയിട്ടുള്ള ചെറുകഥകളടക്കം ഈ പുസ്തകത്തിനകത്തുണ്ട്. MTയെ വായിക്കാത്തവർ, വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തുടക്കമായിട്ട് ഈ പുസ്തകം വായിക്കാം. വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പുസ്തകം വായിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കും നല്ല